യാത്രക്കാരെ ശ്രദ്ധയ്ക്ക് A380 ട്രാവൽസ് മുഹമ്മദ് അമീദ്. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാലോ. ട്രാവൽ അപ്ഡേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ക്യാൻസലാണ്. ഇതുവരെ റീ ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ നോർമലി പോകുന്ന എല്ലാ രാജ്യങ്ങളിലും പോകുന്ന എയർ അറേബ്യയും എല്ലാ ഡെസ്റ്റിനേഷനും പോകുന്നുണ്ട്. ഓൾമോസ്റ്റ് പിന്നെ എമിറേറ്റ്സ് ആണ്. ഇപ്പോൾ ഇത്തിഹാദ് നിയർലി സ്റ്റാർട്ട് ആയിട്ടെന്ന് പറഞ്ഞു. ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഓൺലൈൻ വഴി എടുക്കുന്ന ആൾക്കാരും മാക്സിമം ഈ സമയങ്ങളിലെങ്കിലും നിങ്ങൾ മാക്സിമം ട്രാവൽ ഏജൻസിയുമായി കോൺടാക്ട് ചെയ്യാൻ നോക്കുക. കാരണം ഫ്ലൈറ്റിൻ്റെ അപ്ഡേഷൻസ് അവർക്ക് അറിയാൻ പറ്റും. ഓൺലൈനിൽ സൈറ്റ് നോക്കുമ്പോൾ ഓൺ കൺഫേം ആയ ടിക്കറ്റുകളൊക്കെ ചിലപ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അത് അവിടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് ഒട്ടുമിക്ക ഫ്ലൈറ്റുകളും അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ഈ സിറ്റുവേഷൻ 10-20 ദിറംസ് ലാഭം നോക്കാതെ ഞാൻ ട്രാവൽ ഏജൻസിക്കാരാണ്. അപ്പോൾ എനിക്ക് 10 രൂപ കിട്ടാൻ വേണ്ടി ഞാൻ പറയണതല്ല, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് പറയാണ്. മാക്സിമം ട്രാവൽ ഏജൻസിയിൽ തന്നെ എടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നിന്ന ആൾക്കാണെങ്കിൽ മാക്സിമം പോണ സമയത്ത് ഓൺലൈനിൽ കയറിയിട്ട് കാര്യമില്ല. എങ്കിലും കോൾ സെൻറ്റർ വിളിച്ചാൽ അവർ കോൾ കൊടുക്കില്ല. എങ്കിലും മാക്സിമം ആ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ട്രാവൽ ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ എക്സ്പ്രസ്സോ ഇൻഡിഗോ സ്പൈസ് ഒന്നും എടുക്കാതെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ പോകുന്ന ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എയർ അറേബ്യ ആണ്. അത് പിടുത്തമിട്ട റേറ്റാണ്. അവന്മാർ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റേറ്റ് അത്രയും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം ടിക്കറ്റ് എടുക്കാൻ നോക്കുക. എടുക്കണം മാക്സിമം എയർ അറേബ്യക്ക് എടുക്കാം. ഇപ്പോൾ എയർ അറേബ്യയുടെ പ്രൊമോഷൻ ഞാൻ പറയണില്ല കേട്ടോ. അപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ എയർ അറേബ്യയും എമിറേറ്റ്സും മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഫുജിയർ എന്നൊക്കെ ഇൻഡിഗോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ അവർ ക്ലോസ് ചെയ്തേക്കുവാണ്. പിന്നെ പുതിയ അപ്ഡേഷൻസ് വരും ദിവസങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഈ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ മാക്സിമം ശ്രദ്ധിക്കുക, മാക്സിമം വളരെ ശ്രദ്ധിക്കുക. ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഓടിച്ചാടിയെടുക്കാതെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റേറ്റൊക്കെ നോക്കിയിട്ട് മാക്സിമം ട്രാവൽ ഏജൻസി തന്നെ എടുക്കാൻ നോക്കുക. ഒരുപാട് ആൾക്കാർ ഓൺലൈൻ വഴി എടുത്തിട്ട് ഒരുപാട് പണിയിട്ടിട്ട് നമ്മൾ ഒരുപാട് വിളിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോബ് അതല്ല എങ്കിൽ കൂടെ നമ്മൾ മാക്സിമം ഹെൽപ്പ്. കാരണം ഈ സിറ്റുവേഷനിൽ നമുക്ക് ആരെയും തള്ളിപ്പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നിന്ന് എടുത്ത ടിക്കറ്റ് അല്ലെങ്കിൽ ഏജൻസി മുഖേന എടുത്ത ടിക്കറ്റ് എയർ അറേബ്യയാണ്. അല്ലാത്ത ഫ്ലൈറ്റിൽ ഒരുപാട് ഇതായിട്ട് തന്നെയില്ലേ ഈ ടിക്കറ്റുകൾ കംപ്ലീറ്റ് ക്യാൻസൽ ആയ ടിക്കറ്റുകൾ. ഇതും ഇതിൻ്റെ ഇരട്ടി പേപ്പർ അപ്പുറത്തിരിക്കുന്നുണ്ട്. കാരണം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അപ്പോൾ എപ്പോഴാണെങ്കിലും ഓൺലൈൻ വഴി എടുക്കുമ്പോൾ മാക്സിമം നമ്മൾ അതിൻ്റെ സ്റ്റാറ്റസോടെ നോക്കിയതിന് ശേഷം മാത്രം എയർപോർട്ടിൽ പോകാൻ നിൽക്കാം കേട്ടോ. കാരണം എയർപോർട്ടിൽ ചെന്നതിന് ശേഷമാണ് അറിയുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കി പറഞ്ഞു. അപ്പോൾ ഇന്ന് വരെയും അൽഹംദുലില്ലാഹ് എയർ അറേബ്യ പോകുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ച് സിറ്റുവേഷനൊക്കെ മാറി നോർമൽ ആവാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാ രീതിയിലും എല്ലാവരും ബാധിക്കുന്ന സംഭവമാണല്ലോ ഇപ്പോൾ യുദ്ധം വന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. അത് തന്നെ പിന്നെ എല്ലാ ഡെസ്റ്റിനേഷനും തന്നെ എയർ അറേബ്യയുടെ സർവീസ് ഉണ്ട്. അപ്പോൾ അവർ ആ റേറ്റും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ചാൽ ടിക്കറ്റ് എടുക്കാൻ നോക്കുക. എന്തെങ്കിലും സംശയമുണ്ട് 056165045 എന്ന വാട്സപ്പ് നമ്പറിൽ ധൈര്യമായിട്ട് കോൺടാക്റ്റ് എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു.